ഞാൻ കൃഷാന്തിന്റെ സിനിമ ആദ്യമായിട്ട് കാണുന്ന പുരുഷപ്രേതായിരുന്നു. ആ ഒരു സിനിമ തന്നെ കാണാൻ മനസ്സിലാവും വളരെ കഴിവുള്ള ഒരു വളരെ ഇന്നോവേറ്റീവ് തിങ്കിങ് ഉള്ള ഒരു ഡയറക്ടർ തന്നെയാണെന്നത്. ആ ക്യാമറ ആംഗിൾസ് വെക്കുന്ന രീതി, കഥ പറയുന്ന രീതി, കളേഴ്സ്, എഡിറ്റിങ് എല്ലായിടത്തും ഒരു പുതുമ നമുക്ക് ഫീൽ ചെയ്യും. അല്ലെങ്കിൽ കൃഷാന്തിന്റെ തന്നെ രീതിയിലുള്ള ഒരു ഫിൽം മേക്കിംഗ് സ്റ്റൈൽ, ഒരു സിഗ്നേച്ചർ നമുക്ക് ഇങ്ങേറെ സിനിമയിൽ നമുക്ക് കാണാൻ സാധിക്കും. കൃഷാന്തിന്റെ പുതിയ സീരീസ് ദ ക്രോണിക്കിൾസ് ഓഫ് ദ 4.5 ഗാങ് അത് സോണി ലെവൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. 6 എപ്പിസോഡ് സീരീസ് ആണ്. ഓരോ എപ്പിസോഡും ഓരോ മണിക്കൂർ വീതം. ഈ ഒരു സീരീസിനെ വേണമെങ്കിൽ കേരളത്തിലെ ഗാങ്സ് ഓഫ് വാസേപ്പൂർ എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം, അല്ലെങ്കിൽ കൃഷാന്തിന് തന്നെ കമ്മട്ടിപ്പാടം എന്ന് വേണമെങ്കിൽ പറയാം. ഒരു 4.5 സംഘം ഗാങ്ങിന്റെ അവരുടെ വളർച്ച, അവരുടെ ജീവിതം ഒക്കെ കാണിക്കുന്ന ഒരു സീരീസ് ആണത്. അത് വളരെ രസകരമായിട്ട് തന്നെ കൃഷാന്ത് അവതരിപ്പിച്ചിട്ടുണ്ട്. സീരിയസ് സ്റ്റോറി ടെല്ലിംഗ് ആണെങ്കിൽ പോലും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട്, വളരെ രസകരമായിട്ട് തന്നെ സറ്റാരിക്കൽ എലമെന്റ് ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട് ഈ ഒരു സ്റ്റോറി ടെല്ലിംഗ് ആയിട്ട്. സീസൺ 2 ഉണ്ടെന്ന് തന്നെയാണ് തോന്നുന്നത്. സീസൺ 1 അവസാനിപ്പിച്ചത് അങ്ങനത്തെ ഒരു ക്ലിഫ് ഹാങ്കറിലാണ്. സീസൺ 2 ഉണ്ടാവണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. ബിക്കോസ് വളരെ ഇനിയും ഈ ഒരു 4.5 സംഘം ഗാങ്ങിന്റെ കഥ ഇനിയും ബാക്കിയുണ്ടെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇതിലെ 4.5 സംഘം ഗാങ് സഞ്ജു ശിവരാം, സച്ചിൻ ജോസഫ്, നിരഞ്ജ് മണിയമ്പിള്ള രാജു, ശ്രീനാഥ് ബാബു, ശംഭു. ഇതിനകത്ത് നിരഞ്ജ് മണിയമ്പിള്ള രാജു, സഞ്ജു ശിവരാം ഇവരാണ് ഒരു ഫെമിലിയർ ഫേസസ്. എനിക്ക് ഇപ്പോഴും തോന്നുന്നത് ഇവരിപ്പോഴും അണ്ടർറേറ്റഡ് ആക്ടേഴ്സ് തന്നെയാണ്. പക്ഷെ ഇങ്ങനത്തെ നല്ല പ്രൊജക്ട്സ് കിട്ടുന്നുണ്ടല്ലോ എന്ന് ഓർത്തിട്ട് ഒരു സന്തോഷം തോന്നുന്നുണ്ട്. പക്ഷെ ബാക്കി 3 പേര് ഭയങ്കര ഒരു പുതുമുഖങ്ങളായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയത്. പക്ഷെ പുതുമുഖങ്ങളായിട്ടേ അല്ലേ അവരുടെ പെർഫോമൻസ് വളരെ കിടലായിട്ട് തന്നെ, വളരെ നാച്ചുറൽ ആയിട്ട് തന്നെ ഹോൾ സീരീസിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. പിന്നെ അവരുടെ ഗാങ്ങിന്റെ പ്രവൃത്തികൾ വലിയ നല്ലതൊന്നും അല്ലെങ്കിലും അവരുടെ ഫ്രണ്ട്ഷിപ്പ് അത് നമുക്ക് ഒരു പ്രത്യേക കണക്ഷൻ നമുക്ക് ഫീൽ ചെയ്യും. അവരുടെ ഫ്രണ്ട്ഷിപ്പ് ഒക്കെ വളരെ നന്നായിട്ട് തന്നെയാണ് ഇതിനകത്ത് എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിലെ ഫീമെയിൽ ക്യാരക്ടേഴ്സ് ഭയങ്കര വീക്കിലി റിട്ടേൺ ആയിട്ടാണ് തോന്നിയത്. ദർശന രാജേന്ദ്രന്റെ ക്യാരക്ടർ ഭയങ്കര സ്ട്രോങ് ആൻഡ് പവർഫുൾ ആയിരുന്നു. പക്ഷെ ഇതിനകത്ത് ജെറിൻ ഷിഹാബ് ഉണ്ട്, ശാന്തി ബാലേന്ദ്രൻ ഉണ്ട്. അവർക്ക് ഇനിയും കേപ്പബിലിറ്റി ഉള്ള ആക്ട്രസ് ആയിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ ഇവരുടെ ക്യാരക്ടേഴ്സ് ഒരു ലവ് ഇൻട്രസ്റ്റിന് ഉപരി വേറെ ഒന്നും പോയിട്ടില്ല. ഇവർക്ക് അധികം ഒന്നും വേറെ കാണിക്കാനോ പെർഫോം ചെയ്യാനൊന്നും ഉണ്ടായില്ല. പ്രശാന്ത് അലക്സാണ്ടർ, വിഷ്ണു അഗസ്ത്യ, ഇന്ദ്രൻസ്, ജഗദീഷ്, രാഹുൽ രാജഗോപാല് ഇവരൊക്കെ ക്യാരക്ടേഴ്സിൽ കുറച്ച് ഇൻട്രസ്റ്റിംഗ് അല്ലെങ്കിൽ കുറച്ച് പുതുമയുള്ള ഫാക്ടേഴ്സ് ഉള്ളതുകൊണ്ട് എല്ലാവരുടെ ക്യാരക്ടേഴ്സ് ഒരു പ്രത്യേക രസം തന്നെയായിരുന്നു കാണാൻ. ഇതിലെ കളേഴ്സ്, എഡിറ്റിംഗ്, DOP ഇതിനകത്ത് എല്ലായിടത്തും ആ ഒരു കൃഷാന്ത് ഫിൽം മേക്കിംഗ് സ്റ്റൈലിന് ഫുൾ ജസ്റ്റിസ് കൊണ്ടുവന്നിട്ടുണ്ട്. മ്യൂസിക് സൂര്യസന്തോഷാണ്. വളരെ നന്നായിട്ട് തന്നെ ഈ ഒരു സീരീസിന്റെ സബ്ജക്റ്റ് ആയിട്ട് വളരെ നന്നായിട്ട് ബ്ലെൻഡ് ആയി പോയിട്ടുണ്ടായി. നമ്മൾ ചില സീരീസ് അല്ലെങ്കിൽ സിനിമ കാണാൻ നമ്മൾ പറയില്ലേ ഈ പാട്ട് അല്ലെങ്കിൽ ഇതിലെ സ്കോറിങ് കറക്റ്റ് ആ ഒരു പടത്തിന് വൈബിന് ചേർന്നതാണെന്ന്, അതേ ഒരു ഫീലാണ് ഇതിനകത്തും കിട്ടിയത്. പിന്നെ നെഗറ്റീവ്സ് ആയിട്ട് ആകെ തോന്നിയത് ഇതിനകത്ത് 3rd എപ്പിസോഡിൽ ക്യാരക്ടറിൽ കുറച്ച് ഡിഫറൻസുകൾ വരുന്നുണ്ട്. ചില ക്യാരക്ടേഴ്സിൽ അതൊരു കണക്ഷൻ ഇല്ലായ്മ ഒരു ഫീൽ ചെയ്തായിരുന്നു. പിന്നെ ട്രിവാൻഡ്രത്താണ് ഈ ഒരു സീരീസ് കംപ്ലീറ്റ്ലി എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത്. പക്ഷെ ട്രിവാൻഡ്രം സ്ലാങ് ആണെങ്കിൽ പോലും കുറച്ച് ക്യാരക്ടേഴ്സിനും ആ ഒരു ശൈലി മര്യാദ കിട്ടിയിട്ടില്ല എന്ന് തോന്നിയായിരുന്നു. പക്ഷെ ഇതൊക്കെ വളരെ മൈനറായ ഇഷ്യൂസ് മാത്രമേ ഉള്ളൂ, ഇതൊന്നും വലിയ കാര്യം എടുക്കേണ്ടതില്ല. മൊത്തത്തിൽ ഒരു എന്റർടൈനിങ് ആയ ഒരു ഗാങ്സ്റ്റർ സീരീസ് തന്നെയാണ് ദ ക്രോണിക്കൽസ് ഓഫ് ദ 4.5 ഗാങ്. ഞാൻ സജസ്റ്റ് ചെയ്യും, നിങ്ങൾ എന്തായാലും കാണണം. കിടിലൻ സാധനമാണ്.